സഭാപ്രസംഗകൻ അധ്യായം 2. ഞാൻ എന്നോട് തന്നെ പറഞ്ഞത് എന്ന് പ്രസംഗകൻ പറയുന്നതെന്താണ്? സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും, ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും. സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകുമെന്ന് തന്നോട് തന്നെ പറഞ്ഞ പ്രസംഗകൻ താൻ അതിൻ്റെ എന്തു പരീക്ഷിക്കുമെന്നാണ് തന്നോട് തന്നെ പറഞ്ഞത്? ആസ്വാദ്യത. സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും, ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും. തന്നോട് തന്നെ പറഞ്ഞ പ്രസംഗകൻ എന്താണ് ഏറ്റുപറയുന്നത്? എന്നാൽ ഇതും മിഥ്യ തന്നെ. ചിരി എന്താണെന്നാണ് പ്രസംഗകൻ മനസ്സിലാക്കിയത്? ഭ്രാന്താണെന്ന്. സുഖഭോഗങ്ങൾ എന്താണെന്നാണ് പ്രസംഗകൻ മനസ്സിലാക്കിയത്? നിഷ്ഫലമാണെന്ന്. ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ തന്നെ എന്തു ചെയ്യാനാണ് പ്രസംഗകൻ നോക്കിയത്? ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ പ്രസംഗകൻ ചെയ്തതെന്ത്? ഭോഷത്വത്തെ ആശ്ലേഷിച്ചു. ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പ്രസ്താവിക്കുന്ന പ്രസംഗകൻ ഞാൻ എനിക്ക് വേണ്ടി എന്തു പണിതു എന്നും എന്ത് നട്ടുപിടിപ്പിച്ചു എന്നുമാണ് പറയുന്നത്. മാളികകൾ, മുന്തിരിത്തോട്ടങ്ങൾ, ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കിയ പ്രസംഗകൻ അവയിൽ എന്താണ് നട്ടത്? എല്ലാത്തരം ഫലവൃക്ഷങ്ങളും. തോട്ടം നനയ്ക്കാൻ എന്താണ് ചെയ്തത്? കുളങ്ങൾ കുഴിച്ചു. തൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ആരെയാണ് പ്രസംഗകൻ വിലയ്ക്ക് വാങ്ങിയത്? ദാസന്മാരെയും ദാസിമാരെയും. ജെറുസലേമിലെ തൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം തനിക്കുണ്ടായിരുന്നതായി പറയുന്നത് എന്ത്? ആടുമാടുകൾ. ഗ്രന്ഥകാരൻ സ്വന്തമാക്കിയതായി പറയുന്ന 4 കാര്യങ്ങൾ ഏവ? സ്വർണവും വെള്ളിയും, രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും. ആരൊക്കെ തനിക്കുണ്ടായിരുന്നതായാണ് ഗ്രന്ഥകാരൻ പറയുന്നത്? അനേകം ഗായകന്മാരും ഗായികമാരും. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്താണ് ഗ്രന്ഥകാരൻ സമ്പാദിച്ചത്? എല്ലാ സുഖഭോഗങ്ങളും. ജെറുസലേമിലെ തൻ്റെ മുൻഗാമികളെക്കാൾ ഗ്രന്ഥകാരൻ എപ്രകാരമായി തീർന്നു? ഉന്നതനും മഹാനും. ഉന്നതനും മഹാനുമായി തീർന്നപ്പോഴും പ്രസംഗകൻ എന്തിൽ നിന്ന് അകന്നുപോയില്ല? ജ്ഞാനത്തിൽ നിന്ന്. ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല എന്ന് പറയുന്ന പ്രസംഗകന്റെ ഹൃദയം സന്തോഷിച്ചത് എന്തിലെല്ലാം? തൻ്റെ പ്രയത്നങ്ങളിലെല്ലാം. ഇത് എൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു. ഏത്? ഹൃദയം സന്തോഷിച്ചത്. താൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും നിരൂപണം ചെയ്ത പ്രസംഗകന് ബോധ്യപ്പെട്ടതെന്ത്? എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ല. പ്രസംഗകൻ വിവേചിച്ചു കാണാൻ തുടങ്ങിയവ ഏവ? ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. എപ്രകാരം ജ്ഞാനം ഭോഷത്വത്തെ അതിശീകരിക്കുന്നു എന്നാണ് പ്രസംഗകൻ മനസ്സിലാക്കിയത്? പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ. രാജാവിൻ്റെ പിൻഗാമി ചെയ്യേണ്ടതെന്ത്? രാജാവ് ചെയ്തതു തന്നെ വീണ്ടും ചെയ്യുക. ജ്ഞാനി, ഭോഷൻ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജ്ഞാനിക്ക് കാണാൻ കണ്ണുണ്ട്, ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു. ജ്ഞാനിക്കും ഭോഷനും പൊതുവായി പ്രസംഗകൻ കണ്ടതെന്ത്? ഇരുവർക്കും ഗതി ഒന്ന് തന്നെ. പ്രസംഗകൻ തന്നോട് ചോദിച്ചതെന്ത്? ഭോഷന്റെയും എൻ്റെയും ഗതി ഒന്ന് തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം? ജ്ഞാനിയുടെയും ഭോഷന്റെയും ഗതി ഒന്ന് തന്നെ എന്നതിനാൽ എന്താണ് പ്രസംഗകൻ ആത്മഗതം ചെയ്തത്? ഇതും മിഥ്യയെന്ന്. ഭോഷനെ പോലെ ജ്ഞാനിക്കും എന്ത് ലഭിക്കുകയില്ല? ശാശ്വത സ്മരണ. ഭാവിയിൽ എല്ലാവരും വിസ്മൃതരാകും എന്ന് പറയുന്ന പ്രസംഗകൻ ആരൊക്കെ ഒന്നുപോലെ മരിക്കുന്നു എന്നാണ് പറയുക? ഭോഷനും ജ്ഞാനിയും. എന്തുകൊണ്ടാണ് ഞാൻ ജീവിതം വെറുത്തു? എല്ലാം മിഥ്യയും നിരർത്ഥകവും അത്രയെന്ന് ഗ്രന്ഥകാരൻ പറയുന്നത്? സൂര്യന് കീഴെ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട്. സൂര്യന് കീഴെ ചെയ്ത അധ്വാനങ്ങളെല്ലാം പ്രസംഗകൻ വെറുത്തതിന് കാരണം അവയുടെ ഫലം തൻ്റെ പിൻഗാമിക്ക് വിട്ടു പോകേണ്ടിയിരിക്കുന്നതിനാൽ. പ്രസംഗകൻ തുടർന്ന് ചോദിക്കുന്നത് എന്താണ്? അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം? സൂര്യന് കീഴുള്ള എന്തൊക്കെ കൊണ്ട് മനുഷ്യന് എന്ത് നേട്ടമെന്നാണ് പ്രസംഗകൻ ചോദിക്കുന്നത്? കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട്. അവൻ്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ്. അവൻ ആര്? മനുഷ്യൻ. അധ്വാനമാകട്ടെ എപ്രകാരമാണ്? ദുഃഖസങ്കുലം.
രാത്രിയിൽ പോലും അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല എന്ന് മനുഷ്യനെക്കുറിച്ച് പറയുന്ന പ്രസംഗകൻ ഇതും എന്തു തന്നെ എന്നാണ് പറയുക? മിഥ്യ തന്നെ. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെടുന്ന പ്രസംഗകൻ എന്താണ് ഗ്രഹിച്ചത്? ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന്. എപ്രകാരം ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നതാണ് 2:25 ചോദിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്ന്. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം എന്തൊക്കെ പ്രദാനം ചെയ്യുന്നു? ജ്ഞാനവും അറിവും ആനന്ദവും. ആർക്കു വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രമാണ് ദൈവം പാപിക്ക് കൊടുക്കുന്നത്? അവിടുത്തെ പ്രസാദിപ്പിക്കുന്നവന് വേണ്ടി. സഭാപ്രസംഗകൻ 2:4-8 വചനങ്ങൾക്ക് സമാനമായ മറ്റൊരു തിരുവചന ഭാഗം. 1 രാജാക്കന്മാർ 10:23-27. സഭാപ്രസംഗകൻ 2:24 സമാനമായ പുതിയ നിയമവാക്യങ്ങൾ. ലൂക്ക 12:19, കോറിന്തോസ് 15:32. സഭാപ്രസംഗകൻ അധ്യായം 3. എല്ലാറ്റിനും എന്തുണ്ട്? ഒരു സമയം. ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും എന്തുണ്ട്? ഒരവസരം. എത്ര കാര്യങ്ങൾക്ക് ഒരു കാലം എന്നാണ് 3:2 പറയുന്നത്? 4. അവ ഏതൊക്കെ? ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടതു പറിക്കാൻ ഒരു കാലം. ജനിക്കാനുള്ള കാലത്തിന് നേരെ വിപരീതമായ കാലം ഏതാണ്? മരിക്കാനുള്ള കാലം. നടാനുള്ള കാലത്തിന് വിപരീതമായി പറഞ്ഞിട്ടുള്ളത് എന്താണ്? നട്ടത് പറിക്കാൻ ഒരു കാലം. കൊല്ലാൻ ഒരു കാലമെങ്കിൽ എന്തു ചെയ്യാൻ ഒരു കാലമുണ്ട്? സൗഖ്യമാക്കാൻ. തകർക്കാൻ ഒരു കാലമെങ്കിൽ എന്തു ചെയ്യാൻ ഒരു കാലം? പണിതുയർത്താൻ. കരയാനുള്ള കാലത്തിന് വിപരീതമായിട്ടുള്ളത് എന്താണ്? ചിരിക്കാനുള്ള കാലം. വിലപിക്കാനുള്ള കാലത്തിന് വിപരീതമായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നൃത്തം ചെയ്യാൻ ഒരു കാലം. കല്ലു പെറുക്കിക്കളയാൻ ഒരു കാലമെങ്കിൽ എന്തു ചെയ്യാൻ ഒരു കാലമുണ്ട്? കല്ലു പെറുക്കി കൂട്ടാൻ. ആലിംഗനം ചെയ്യാൻ ഒരു കാലമെങ്കിൽ എന്തു ചെയ്യാതിരിക്കാൻ ഒരു കാലം? ആലിംഗനം ചെയ്യാതിരിക്കാൻ. സമ്പാദിക്കാനുള്ള കാലത്തിന് വിപരീതമായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നഷ്ടപ്പെടുത്താൻ ഒരു കാലം. സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലമെങ്കിൽ എന്തു ചെയ്യാൻ ഒരു കാലമുണ്ടാവും? എറിഞ്ഞു കളയാൻ. കീറാൻ ഒരു കാലമുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും? തുന്നാൻ ഒരു കാലം. മൗനം പാലിക്കാനുള്ള കാലത്തിന് വിപരീതമായി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സംസാരിക്കാൻ ഒരു കാലം. സ്നേഹിക്കാൻ ഒരു കാലം എന്നതിൻ്റെ വിപരീതം എന്താണ്? ദ്വേഷിക്കാൻ. യുദ്ധത്തിന് ഒരു കാലമെങ്കിൽ മറ്റെന്തിനാണ് ഒരു കാലം? സമാധാനത്തിന്. അധ്വാനത്തെയും അതിൻ്റെ ഫലത്തെയും കുറിച്ച് പ്രസംഗകൻ ചോദിക്കുന്നത് എന്ത്? അധ്വാനിക്കുന്നവന് അവൻ്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം? ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയ ജോലി എങ്ങനെയുള്ളതാണ്? ശ്രമകരം. ദൈവം സമസ്തവും എപ്പോൾ ഭംഗിയായിരിക്കത്തക്ക വിധമാണ് സൃഷ്ടിച്ചത്, അതതിൻ്റെ കാലത്ത്. മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്ന ബോധം എന്തിനെക്കുറിച്ചാണ്? കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ച്. എന്ത് അത്യന്തം ഗ്രഹിക്കാനാണ് മനുഷ്യന് കഴിവില്ലാത്തത്? ദൈവത്തിൻ്റെ പ്രവർത്തികൾ. ജീവിതകാലം മുഴുവൻ എന്തൊക്കെ ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ല എന്നാണ് പ്രസംഗകൻ അറിയുന്നത്. ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ. എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുന്നത് എന്താണെന്നാണ് പ്രസംഗകൻ അറിയുന്നത്? ദൈവത്തിൻ്റെ ദാനം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എങ്ങനെയുള്ളതാണെന്നാണ് ഗ്രന്ഥകാരൻ അറിയുന്നത്? ശാശ്വതം. ശാശ്വതമായ തൻ്റെ പ്രവൃത്തികളോട് എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ലാത്ത വിധം ദൈവം അപ്രകാരം ചെയ്തിരിക്കുന്നത് എന്തിനാണ്? മനുഷ്യൻ തന്നെ ഭയപ്പെടുന്നതിന്. പ്രസംഗകന്റെ നിരീക്ഷണമനുസരിച്ച് ഇന്നുള്ളത് എപ്പോൾ ഉണ്ടായിരുന്നതാണ്? പണ്ടേ ഉണ്ടായിരുന്നതാണ്. ഇനി ഉണ്ടാകാനിരിക്കുന്നതോ? ഉണ്ടായിരുന്നത് തന്നെ. കടന്നുപോയ ഓരോന്നിനെയും ദൈവം എപ്പോൾ തിരിച്ചു കൊണ്ടുവരും? യഥാകാലം. സൂര്യനു കീഴെ എവിടെയാണ് നീതി പുലരേണ്ടിടത്ത് തിന്മ കുടികൊള്ളുന്നതായി പ്രസംഗകൻ കണ്ടത്? ന്യായപീഠത്തിൽ പോലും. ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട്
അവിടുന്ന് ആരെ വിധിക്കുമെന്ന് ഗ്രന്ഥകാരൻ വിചാരിച്ചു? നീതിമാനെയും ദുഷ്ടനെയും. മനുഷ്യമക്കൾ വെറും മൃഗങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടി ദൈവം അവരെ എന്തു ചെയ്യുകയാണെന്നാണ് പ്രസംഗകൻ കരുതിയത്. പരീക്ഷിക്കുകയാണെന്ന്. മനുഷ്യമക്കളുടെയും മൃഗങ്ങളുടെയും ഗതി എങ്ങനെയാണ് എന്നും അവർ എപ്രകാരം ചാകുന്നു എന്നുമാണ് പ്രാസംഗകൻ പറയുന്നത്. ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു. എല്ലാറ്റിനും ഒരേ ശ്വാസമാണുള്ളത് എന്ന് പറയുന്ന പ്രസംഗകൻ നിരീക്ഷിക്കുന്നത് എന്ത്? മനുഷ്യന് മൃഗത്തേക്കാൾ യാതൊരു മേന്മയുമില്ല. എല്ലാം എങ്ങനെയുള്ളതാണ്? എല്ലാം മിഥ്യയാണ്. എല്ലാം എവിടേക്കാണ് പോകുന്നത്? ഒരിടത്തേക്ക്. എല്ലാം എവിടെ നിന്നുണ്ടായി? പൊടിയിൽ നിന്ന്. എല്ലാം എവിടേക്ക് മടങ്ങുന്നു? പൊടിയിലേക്ക്. എന്തു ചോദിച്ച ശേഷമാണ് പ്രസംഗകൻ ആർക്കറിയാം എന്ന് ചോദിക്കുന്നത്? മനുഷ്യന്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റേത് താഴെ മണ്ണിലേക്കും പോകുന്നുവോ? മനുഷ്യൻ തൻ്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അതുതന്നെയാണ് അവൻ്റെ ഗതിയെന്നും താൻ മനസ്സിലാക്കിയതായി പറയുന്ന പ്രസംഗകൻ തുടർന്ന് ചോദിക്കുന്നത് എന്താണ്? തനിക്കു ശേഷം സംഭവിക്കുന്നത് കാണാൻ അവനെ ആര് വീണ്ടും കൊണ്ടുവരും? സഭാപ്രസംഗകൻ 3:2 സമാനമായ മറ്റൊരു തിരുവചന ഭാഗം. ഏശയ്യാ 28, 23, 29. സഭാപ്രസംഗകൻ 3:11 സമാനമായ പുതിയ നിയമവാക്യം. റോമ 11:33. സഭാപ്രസംഗകൻ 3:20 സമാനമായ മറ്റൊരു തിരുവചന ഭാഗങ്ങൾ. ഉൽപ്പത്തി 2:7, 3:19. സഭാപ്രസംഗകൻ അധ്യായം 4. വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എന്തു വീക്ഷിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എല്ലാ മർദ്ദനങ്ങളും. ശക്തി മർദ്ദകർക്കായിരുന്നു എന്ന് പറയുന്ന സഭാപ്രസംഗകൻ ആരും എന്തിനു വേണ്ടി ഉണ്ടായിരുന്നില്ല എന്നാണ് നിരീക്ഷിക്കുന്നത്? പ്രതികാരം ചെയ്യാൻ. താൻ എന്തു വിചാരിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചുപോയവരെന്ന്. എന്നാൽ ഇരു കൂട്ടരെയുംകാൾ ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ്. ഇവിടെ ഇരു കൂട്ടർ ആരെല്ലാം? ജീവിച്ചിരിക്കുന്നവർ, മരിച്ചുപോയവർ. ജീവിച്ചിരിക്കുന്നവർ, മരിച്ചുപോയവർ എന്നീ ഇരു കൂട്ടരെയുംകാൾ ഭാഗ്യവാന്മാർ ആരെല്ലാം എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരും. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും എന്തിൻ്റെ ഫലമാണെന്നാണ് സഭാപ്രസംഗകൻ ഗ്രഹിച്ചത്? മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ. ഭോഷൻ എപ്രകാരം ക്ഷയിക്കുന്നു? കയ്യും കെട്ടിയിരുന്ന്. ഒരു പിടി സ്വസ്ഥതയാണ് എന്തിനേക്കാൾ ഉത്തമം? ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും. എവിടെ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? സൂര്യനു കീഴെ. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും എന്തിന് അറുതിയില്ല? അധ്വാനത്തിന്. എന്ത് എത്രയായാലും അവന് മതി വരില്ല എന്നാണ് പറയുന്നത്? ധനം. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും എന്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല എന്നതാണ് പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനെക്കുറിച്ചുള്ള പ്രസംഗകന്റെ പരിദേവനം. സന്തോഷങ്ങൾ. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഇതും എന്താണ്? മിഥ്യയും പരിതാപകരവുമാണ്. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ് എന്ന് പറയുന്നതിന് കാരണമായി സഭാപ്രസംഗകൻ ആദ്യം പറയുന്നത് അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുന്ന പ്രസംഗകൻ ആരു വീണാൽ താങ്ങാൻ ആരുമില്ല, അവൻ്റെ കാര്യം കഷ്ടമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒറ്റയ്ക്കായിരിക്കുന്നവൻ. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും എന്ന് പറയുന്ന സഭാപ്രസംഗകൻ തുടർന്ന് ചോദിക്കുന്നത് എന്താണ്? തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ആരെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം? ഒറ്റയ്ക്കായിരിക്കുന്നവനെ. 2 പേരാണെങ്കിൽ എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ചെറുക്കാൻ. എന്താണ് വേഗം പൊട്ടുകയില്ലാത്തത്? മുപ്പിരി ചരട്.
നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ് ഉപദേശം നിരസിക്കുന്ന ആരേക്കാൾ ഭേദം, വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ. ഒരുവന് കാരാഗൃഹത്തിൽ നിന്ന് എവിടെ എത്താൻ കഴിഞ്ഞേക്കാം? സിംഹാസനത്തിലെത്താൻ. കാരാഗൃഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാവുന്നവൻ എവിടെ ദരിദ്രനായി ജനിച്ചതാവാം? താൻ ഇപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത്. അവൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും മറ്റെന്തിനേയും ഞാൻ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. സൂര്യന് കീഴുള്ള എല്ലാ ജീവികളെയും. അവൻ എല്ലാവർക്കും ആരായിരുന്നു? അധിപനായിരുന്നു. എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല. ഇതും എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്. മിഥ്യയും പാഴ്വേലയുമാണ്. സഭാപ്രസംഗകൻ 4:3 സമാനമായ മറ്റു തിരുവചന ഭാഗങ്ങൾ ഏവ: ജോബ് 3:16, ജെറമിയ 20:18. സഭാപ്രസംഗകൻ 4:9 പറയുന്ന ആശയം പ്രതിഫലിക്കുന്ന പുതിയ നിയമ വാക്യം ഏത്? ലൂക്ക 10:1.